ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് എം പി കൂടി നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ ജോൺ ബ്രിട്ടാസ് എം പി, സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് രോഹിൻടൺ നരിമാനെതിരെ ഗുരുതര ആരോപണമാണ് ഗവർണർ ഉന്നയിച്ചത്. രോഹിൻടൻ്റെ പിതാവ് ഫാലിയസ് നരിമാൻ കേരള സർക്കാരിൽ നിന്നും നിയമോപദേശത്തിന് 40 ലക്ഷം രൂപ വാങ്ങി എന്നുള്ള ആരോപണം. താങ്കൾ അത് ആ കോൺക്ലേവിൽ അതിന് കൃത്യമായ മറുപടി നൽകി. ഇപ്പോൾ ഈ ബില്ലുകൾ പിടിച്ചു വയ്ക്കുകയും പിന്നീട് അത് രാഷ്ട്രപതിക്ക് അയക്കുകയും ചെയ്ത ആരിഫ് മുഹമ്മദ് ഖാൻ്റെ നടപടിയെ നരിമാൻ കുറച്ച് മുന്നേ രൂക്ഷമായി വിമർശിക്കുന്ന സാഹചര്യമുണ്ടായി. അതായത് നിഷ്പക്ഷരായിട്ടുള്ളവർ വേണം ഗവർണർമാരാകേണ്ടത്, അത്തരത്തിലുള്ളൊരു വിധിക്കായി താൻ കാത്തിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. കാരണം ഗവർണറുടെ ഈ പല നടപടികളും, ബില്ലുകൾ പിടിച്ചു വയ്ക്കുന്ന പല നടപടികളിലും അദ്ദേഹം ശക്തമായ ഭാഷയിൽ കൃത്യമായി അതിന് മറുപടി നൽകിയിരുന്നു. അതിൻ്റെ ഒരു പ്രതികാരം എന്നോണം ഒരു രാഷ്ട്രീയമായും അല്ലെങ്കിൽ വ്യക്തിപരമായും അധിക്ഷേപിക്കുന്നൊരു നടപടിയിലേക്കാണ് അദ്ദേഹം കടന്നിരിക്കുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു ഇതിനോട്? ജസ്റ്റിസ് രോഹിൻടൺ നരിമാൻ ഒരു പ്രഭാഷണത്തിൽ സമകാലീന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രതിസന്ധികളും പ്രശ്നങ്ങളും എന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. ആ സംസാര മധ്യേ അദ്ദേഹം ഗവർണർമാർ എങ്ങനെയാണ് ഫെഡറൽ തത്വങ്ങൾ തകർക്കുന്നതിന് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് വിധേയമാകുന്നതെന്നുള്ള ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോൾ കേരളത്തിലെ ഗവർണറെ കുറിച്ച് പ്രത്യേകം പരാമർശിച്ചിരുന്നു. ബില്ലുകൾക്ക് മേൽ ഗവർണർ അടയിരിക്കുന്നത്, നിയമസഭയുടെ ഇംഗിതത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നത്, ഇതാണ് ജസ്റ്റിസ് രോഹിൻടൺ നരിമാൻ തന്റെ പ്രഭാഷണത്തിൽ പ്രതിപാദിച്ച ഒരു മേഖല. ഇതല്ലാതെ വേറെ മേഖലകളെ കുറിച്ച് അദ്ദേഹം പ്രതിപാദിച്ചിരുന്നു. യഥാർത്ഥത്തിൽ എന്നെ ഞെട്ടിപ്പിച്ചത് ഇങ്ങനെ പറയാൻ രോഹിൻടൺ നരിമാനെ പോലുള്ള ഒരു നിയമജ്ഞനെ പ്രേരിപ്പിച്ചത് അദ്ദേഹത്തിന്റെ പിതാവ് കേരള സർക്കാരിന് നിയമോപദേശം നൽകിയത് കൊണ്ടാണ്. ആ നിയമോപദേശം നൽകാൻ വേണ്ടിയിട്ട് പണം കൈപ്പറ്റി. ആ പണം കൈപ്പറ്റിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഫാലിയസ് നരിമാനെ പോലെ ലോകം ആദരിക്കുന്ന, ഇന്ത്യ മുഴുവൻ ആദരിക്കുന്ന ഒരു നിയമജ്ഞന്റെ മകൻ, അതായത് ജസ്റ്റിസ് ആയിരുന്ന രോഹിൻടൺ നരിമാൻ തന്നെ വിമർശിച്ചത് എന്നാണ് ഗവർണർ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഇത് വളരെ അപഹാസ്യമായിട്ടുള്ള, അപക്കുന്നൊന്നും പറഞ്ഞാൽ പോരാ, അബദ്ധജടിലവും അപഹാസ്യവും അപലപിക്കേണ്ട ഒരു പരാമർശമാണ് അദ്ദേഹം നടത്തിയത്. അങ്ങനെ നിയമോപദേശം തേടിയ വകയിൽ ഫാലിയസ് നരിമാന് നൽകിയ തുകയുടെ കണക്ക് അദ്ദേഹം അവിടെ വായിക്കുകയും ചെയ്തു. ഫാലിയസ് നരിമാനെ പോലെ ഇന്ത്യയിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു നിയമജ്ഞന് ലീഗൽ ഉപദേശം തേടുന്നതിന് പണം നൽകുക എന്ന് പറയുന്നത് ഒരു കൈക്കൂലിയായിട്ട് വ്യാഖ്യാനിക്കുന്ന തരത്തിലേക്കാണ് ഗവർണർ കണ്ടത്. എത്രയോ ഉയരത്തിൽ നിൽക്കുന്ന നിയമജ്ഞരാണ് ഇവരൊക്കെ ഏതെങ്കിലും തരത്തിലൊരു ഫീസ് കൈപ്പറ്റിയത് കൊണ്ട് അവരുടെ കുടുംബാംഗങ്ങളൊക്കെ പ്രത്യേകിച്ച് ഒരു സ്ക്രിപ്റ്റിനനുസരിച്ച് പരാമർശം നടത്തും, അഭിപ്രായം നടത്തും എന്നൊക്കെ പറയുന്നത് തന്നെ എത്രത്തോളം അനാദരവാണ്, അത് എത്രത്തോളം അപഹാസ്യമാണ് എന്നുള്ളതാണ് എന്നെ അന്താളിപ്പിച്ചൊരു കാര്യം. ശരി, വളരെ നന്ദി ശ്രീ ജോൺ ബ്രിട്ടാസ് എം പി ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്.